ഹരി ഓം. നമ്മുടെ നാരായണീയ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുപൂർണിമ ആശംസകൾ. ഇന്ന് വ്യാസപൂർണിമയാണ്. നമുക്ക് പരമ്പരയാ പകർന്നു തന്ന അറിവിന്റെ, ജ്ഞാനത്തിന്റെ ആ പ്രതീകമായി നാം എല്ലാവരും ഗുരുക്കന്മാരെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ജനനം മുതൽ മരണം വരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതും അറിഞ്ഞതും കേട്ടതും കണ്ടതും എല്ലാത്തിലും ഒരു ഗുരുത്വം അതെപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മൾ ഗുരുവിനെ നമ്മളുടെ ഈ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള നമ്മളുടെ മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും എല്ലാം നിദാനമായിട്ട് നമ്മളുടെ ഗുരുവിന്റെ അനുഗ്രഹം തന്നെയാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമംഗലകൃഷം പരാശരാത്മജം വന്ദേ സുഗതാതം തപോനിധിം. വ്യാസഭഗവാനെ നമ്മൾ മനസ്സാ സ്മരിച്ചുകൊണ്ട്, വ്യാസഭഗവാനിൽ കൂടിയാണ് വ്യാസൻ ഒരു വ്യക്തിയാകട്ടെ, അല്ലെങ്കിൽ അനേകം ശിഷ്യ പരമ്പരകളാകട്ടെ, ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യ പരമ്പരകളെ എല്ലാവരെയും നാം ശങ്കരാചാര്യ സ്വാമികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശൃംഗേരി ശങ്കരാചാര്യ സ്വാമികൾ, അതുപോലെ തന്നെ ജോഷിമഠില്, ദ്വാരകയില്. അപ്പോൾ ആ ശിഷ്യ പരമ്പരകളെല്ലാം തന്നെ എന്താണ്, ഈ ജ്ഞാനത്തെ, വേദാന്ത ഇതിഹാസങ്ങളെയെല്ലാം അവരുടെ ജീവിതവ്രതമാക്കി മാറ്റി അത് സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ പ്രകാശമാനമായി തീരുക എന്ന ജീവിത വ്രതമാണ് നമ്മളുടെ ആചാര്യന്മാരിൽ എപ്പോഴും പ്രകടമായിട്ട് നിലനിൽക്കുന്നത്. അതിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കെല്ലാം ഈശ്വരനെ അറിയുവാനും, അല്ലെങ്കിൽ നമ്മളുടെ ഈ ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ധർമ്മം എന്താണ്, ആ ധർമ്മത്തിലേക്ക് നാം എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കേണ്ടത് എന്നതിനും മറ്റുള്ള വഴി, ആ മാർഗം, ശരിയായിട്ടുള്ള മാർഗം. അനവധി മാർഗങ്ങളുണ്ട്. അതിൽ ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് ഗുരുപരമ്പരകൾ ആർജിച്ച അറിവിന്റെ ആ ഭണ്ഡാരം നമ്മളിലേക്ക് പല പല മാർഗങ്ങളിൽ കൂടി പകർന്നു നൽകുമ്പോഴാണ്, അല്ലെങ്കിൽ പകർന്നു കിട്ടുമ്പോഴാണ് നമ്മളുടെ ജീവിതം ശരിയായിട്ടും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഒരു സാക്ഷാത്കാരത്തിലേക്ക്, നമ്മളുടെ മനുഷ്യധർമ്മം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്നുള്ളത് സാക്ഷാത്കരിക്കുവാനും, നമുക്ക് എന്തിനാണോ ഈ ജന്മം ലഭിച്ചത് ആ സങ്കല്പത്തെ സാർത്ഥകമാക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ആദ്യമേ പറഞ്ഞു, ജനനം മുതൽ, ജനിച്ചു വീഴുമ്പോൾ മുതൽ ഓരോ ജീവാത്മാവിലും ഈ പ്രകൃതി തന്നെ മാതൃസ്വരൂപിണിയായിട്ട് ഗുരുവായി തീരുകയാണ്. നമ്മൾ ഭാഗവതത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. 24 ഗുരുക്കന്മാരെ പറ്റി ഭാഗവതത്തിൽ പഠിക്കുന്നു. കപില മഹർഷി നമുക്ക് 24 തത്വങ്ങളെ പറ്റി പറഞ്ഞു തരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശത്തിൽ കൂടി നമുക്ക് ജ്ഞാനത്തിലേക്കുള്ള, ആ പരമമോക്ഷത്തിലേക്കുള്ള മാർഗത്തെ തുറന്നു കാണിക്കുന്നു. ഈ ജീവിതം കിട്ടിയിട്ട് നാം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ ധർമാനുസൃതമായിട്ട് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പരമമായിട്ടുള്ള ജീവിതവ്രതം എന്നുള്ളത് നമുക്ക് ഉപദേശിച്ച് നൽകുന്നു. പക്ഷാൽ ദക്ഷിണാമൂർത്തി തന്നെ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം
വന്ദേ ഗുരു പരമ്പര. ശ്രീ സദാശിവനിൽ നിന്നും തുടങ്ങി ശങ്കരാചാര്യരിൽ കൂടി ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ജ്ഞാന പ്രവാഹത്തെ അതെന്നിൽ സംശീകരിക്കുന്നതിന് ഞാൻ ഗുരുവിന്റെ പാദങ്ങളെ മനസ്സാ സ്മരിക്കുന്നു. ഗുരു ഒരനുഗ്രഹേനൈവ വാൻ പൂർണ്ണപ്രശാന്തയെ. ഇന്നത്തെ ഈ ദിവസത്തിൽ എല്ലാവർക്കും ഗുരുസ്മരണയോടുകൂടിയ വേദവ്യാസ ജയന്തി അല്ലെങ്കിൽ ഗുരുപൂർണിമ ആശംസകൾ നേരുന്നു. ഹരി ഓം.